ദീപ പറഞ്ഞു എനിക്ക് എന്റെ ഹസ്ബൻഡിനെ വേണ്ട, അദ്ദേഹത്തിന്റെ മുതലും മതി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ വിഷമന്ന വേണ്ടെന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല മാഡം. അത് സുനിത പറഞ്ഞ വെറും കള്ളവാ. എൻ്റെ ഭർത്താവിന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നേ പറയാം മാഡം, എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വരേണ്ട കാര്യമില്ല. എനിക്ക് ഈ നിയമത്തിൻ്റെ മുന്നിൽ എനിക്ക് വരേണ്ട കാര്യമില്ല. എൻ്റെ ഭർത്താവിന് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇവർ കൈന്നിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ എൻ്റെ മരണത്തിൽ ഞാൻ പിൻവലിക്കുന്നല്ലാതെ എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം. ഏത് കോടതി പോലും ഞാൻ പറയും മാഡം. അല്ല വേണ്ടെന്നും പറഞ്ഞ അവിടെ എഴുതി വെച്ചത് കൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടില്ല. ഞാൻ എഴുതി വെച്ചിട്ടില്ല. ഞാൻ എഴുതി വെച്ചിട്ടില്ല മാഡം. അഥവാ എഴുതി വെച്ചാൽ തന്നെ വനിതാ കമ്മീഷനിലോ പോലീസ് സ്റ്റേഷനിലോ എഴുതി വെച്ചുകൊണ്ടൊന്നും ഒന്നും ആവുന്നില്ല. തീരൂ നിങ്ങൾ ചെയ്ത ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് ബന്ധം മനോവിഷമം കൊണ്ട് ഇത്രയും ചെയ്തിട്ടും പിന്നെ എന്റെ ഹസ്ബൻഡിനാണ് ഭയങ്കര ഇത് എന്തോ ഞാനത് തെറ്റ് ചെയ്ത പോലെ എന്റെ ഭർത്താവിന്റെ മുഖം കാണുമ്പോൾ. പക്ഷേ സിന്ധു ഒന്നുകൂടെ ആലോചിക്കണമായിരുന്നു. 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് നിങ്ങൾ. ഈ വിശ്വകുമാർ എന്ന് പറയുന്നത് മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണ്. നിങ്ങളെന്ന് പറയുന്നത് മറ്റൊരാളുടെ ഭാര്യ. നിങ്ങൾ രണ്ടും ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവരാണോ? നീതിയോ ധർമ്മമോ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നവരാണോ? നമുക്കെന്തായാലും ദീപയുടെ മാതാപിതാക്കൾ വന്നിട്ടുണ്ട്, വിശ്വകുമാറിന്റെ അമ്മയും വന്നിട്ടുണ്ട്. നമുക്കവരെ വിളിക്കാം. അല്ല ഇദ്ദേഹം നിങ്ങളുടെ മകൻ ഇങ്ങനെ ഭാര്യയുള്ള ഒരു മനുഷ്യൻ, അവരൊരുമിച്ച് വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ ഈ സ്ത്രീയായിട്ട് സിന്ധുവായിട്ട് നിങ്ങളുടെ മകൻ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞാൽ അയാളെ തിരുത്താൻ ശ്രമിച്ചില്ലേ അമ്മ നിങ്ങൾ? ഞാൻ ആ വീട്ടിലല്ല, ഞാൻ ഇളയ മോൻ്റെ വീട്ടിൽ കൂടെ ആയിരുന്നു. അപ്പോഴ് യവൻ പോകുന്നു മരുന്നൊന്നും പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ വഴക്കായി വയ്യാവലിയായി. അത് കഴിഞ്ഞ ശേഷം ഈ ആള് കടയിൽ പോകും, ഒരു തുണി കടയിൽ പോകുമായിരുന്നു. തുണി കടയിൽ പോകുന്നതിൽ 10,000 6,000 രൂപ കിട്ടും. അത് കൊണ്ടുവന്നാലും ഇവക്ക് ചിലവിന് തികയുന്നില്ല ഇവിടെ സംസാരം നടക്കും. അപ്പോഴൊക്കെ ഇവക്ക് പാരാത്രി ആവുന്ന നേരം മൊബൈലിൽ നേരം വിളിയ ആരെ വിളിക്കുന്നു എടുക്കുന്നു എനിക്ക് അറിഞ്ഞൂടെ പോകുന്നു സാറേ. 12 മണിയാകുന്ന നേരം ഫോൺ വിളി. പിന്നെ ഇവക്ക് കൂട്ട് സെറ്റ് കൂടുതലുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞടി നിന്റെ കൂട്ട് സെറ്റ് ശരിയല്ല, നീ നല്ല രീതിയിൽ പോകണം, പഴയതുപോലെ പോരുത്, നീ നല്ലപോലെ ഇവര് ഈ കൂടെ ഉള്ളവരുമായിട്ടുള്ള അനാവശ്യ സംസാരങ്ങളും കാര്യങ്ങളും വേറെ സെറ്റ് കൂട്ടും എല്ലാം ഉണ്ട്. ദീപ ഈ അമ്മ ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ കൂട്ട് സെറ്റാണെന്ന്. ഈ ഞാൻ ഏതെങ്കിലും ആളുകളൊന്ന് മിണ്ടി കഴിഞ്ഞാൽ ഇവര് വേറെയൊക്കെ പറഞ്ഞുണ്ടാകുന്നത്. അല്ലാതെ എനിക്ക് ഞാൻ ഇവരുമായിട്ട് യാതൊരു വഴക്കോ ഒരു വയ്യാവലിയോ ഞാൻ ഇടത്തില്ല മേഡം. ഈ ഇരിക്കുന്ന സ്ത്രീയായിട്ടുള്ള ബന്ധമുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കിയത് മേഡം? അത് ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് 2 മരുമക്കളുണ്ട് വീട്ടിൽ, 2 ആൺപിള്ളാരും എവിടെ ഇടയ്ക്കലത്തെ. അപ്പോൾ അവിടുന്ന് എൻ്റെ മൂത്ത മരുമകളെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഇതുകൊണ്ടോ വേഗമൊക്കെ കണ്ട ഭയങ്കര കരച്ചിലും മകളും ജാകാനും ഒക്കെ പോകുന്നു. ഞാൻ ചോദിച്ചിട്ട് എന്താ മോളെ? അത് വിശ്വകാര അളിയെന്നാ ഈ പെങ്ങന്മാർ വിളിക്കുന്നത്. അളിയൻ എങ്ങാണ്ട് ആരാണ്ട് കരച്ചിലും ആരാണ്ടോട്ട് പെണ്ണുമ്പിള്ളയായിട്ട് കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാനും എൻ്റെ ആൺമക്കളും എവിടുമായിട്ടും ഓടി, എൻ്റെ മരുമക്കളോട്ട് ഓടി ഈ മയ്യനായിട്ട്. ഈ പെണ്ണ് 2 മാസം കൊണ്ട് ഗർഭിണിയാണ്, എനിക്ക് കളയാനൊക്കത്തില്ല. അല്ല അതൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ അറിഞ്ഞു ഇവിടെ വന്നെ എവനോട് ഒരു വഴക്കിനും പോയില്ല, ഒന്നും മിണ്ടിയില്ല. അപ്പൊ എൻ്റെ ഇളയ മോനോട് വഴക്കിന് ചെന്നെ പറഞ്ഞ് ഇവിടെ ഒരിക്കലും പാടില്ല, നാളെ നിന്റെ പെങ്ങൾക്ക് താമസിക്കേണ്ടതാണ്. 18 ദിവസം വീട്ടിൽ വന്നിരുന്നു സാറേ. സാറേ മേഡം 18 ഈ ക്രിസ്മസിന്റെ 2 ദിവസം മുമ്പ് ഞങ്ങളല്ലാതെ വേറെ 2 ആൺപിള്ളേരല്ല വേറെ ആരെങ്കിലും അവൻ്റെ കാല് കല്ല് ഓടിക്കുമോ ഇല്ലയോ? ഓടിക്കും. എൻ്റെ മോളും ഞാനും പറഞ്ഞു, എൻ്റെ ആൺമക്കളോട് പറഞ്ഞു, എടാ ഒരിക്കലും ചെയ്യരുത്, അവൻ വന്നതില്ലേ, അവരൊരു ജോലിക്ക് പോന്നെങ്കിൽ പോട്ടെ, നമുക്ക് ഒന്നും ഇപ്പം ഒരു കല്യാണം ആലോചിക്കണോ, നമുക്ക് 10 വലുത് ഈ ഒരെണ്ണേ ഉള്ളൂ, ബാക്കി 2 ആൺപിള്ളേരുവാ ഉള്ള ഇത്തിരി വസ്തു കൊണ്ട് അത് 2 ആൺപിള്ളേർക്ക് കൂടെ എഴുതി കൊടുത്ത് ഇവർ 2 കൂടെ കഷ്ടപ്പെട്ട് വസ്തു കൂടെ മേടിച്ചിട്ടുണ്ട്. പെരയും വെച്ച് ആ കഥവെല്ലാം പണിത് എൻ്റെ വീട്ടിലെ തടി കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെ ഇട്ട് പണിത് ശരിയാണെന്ന്, ബാക്കി തടി ഇങ്ങനെ എൻ്റെ മേലെ ഇരിപ്പുണ്ട്. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യം അന്ന് എന്നെ കൊണ്ട് അത്രയൊക്കെ. നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു ബന്ധം മരുമോനോട് നിങ്ങൾ പറഞ്ഞില്ലേ ഇത് ശരിയല്ലല്ലോ മോനെ എന്ന് പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ്, അയാൾ അവിടെ തന്നെ സ്ഥിരമായിട്ട് താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ
നിങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ടാവുമല്ലോ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. അപ്പം അയാള് പറഞ്ഞത് ഈ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ എവിടെ എടുത്ത് പറഞ്ഞു? ഞങ്ങളോട് അതും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. അവൻ പറയുന്ന അവള് ഗർഭിണിയാ, എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ ചോദിച്ചു. മോനെ ഇങ്ങനെയാന്നാ ചോദിച്ചേ, കള്ളം പറയുന്നത് മോനെ നീ 3 മാസമായുള്ളൂ വന്നിട്ട്, ഗൾഫിൽ നിന്ന് വന്നിട്ട്. അന്ന് 1 മാസം ഗർഭിണിയായിരുന്നു. അങ്ങനെ അന്ന് 1 മാസം ഗർഭിണിയായിരുന്നു. പിന്നെ അബോർട്ടായില്ലേ? അബോർട്ടായത്. പിന്നെ അത് പിന്നീടാണ് അബോർട്ടായത്. ഞാൻ ഈ സംഭവം പറഞ്ഞ് 2 വട്ടം ഞാനും എൻ്റെ ഭർത്താവ് ഞാൻ ആത്മഹത്യ തുന്നി. എൻ്റെ ഭർത്താവ് അടുത്തിരിപ്പുണ്ട്. അന്നേരം ഈ സമുദായക്കാർ വന്ന് പറഞ്ഞത് എന്തെങ്കിലും ദീപ ഇതിനകത്ത് വെച്ച് ചെയ്താ വിശ്വകുമാറായിരിക്കും തൂങ്ങുന്നത് എന്ന് പറഞ്ഞ് അത് പറഞ്ഞ് നിന്ന് എഴുതി ഞാൻ ഈ പെണ്ണിൻ്റെ കൂടെ പോവാന്നുള്ള ഒരു എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ടിട്ട് സ്വന്തമായിട്ട് വെച്ചാൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോവുമോ മാഡം? എൻ്റെ വീട്ടുകാരോ ഞാനോ പറയുമ്പോൾ ഇറങ്ങി പോകാനുള്ള ഒരു ബന്ധമാണ് ഞങ്ങളുടെ വീട്. എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. ആ പറഞ്ഞ ആള് എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, നിന്നെ എനിക്ക് വേണ്ടെന്നും പറഞ്ഞൊരു ബാഗ് എടുത്ത് അന്നേരം അളിയൻ പെങ്ങളുടെ ഭർത്താവ് കുന്തി നിൽക്കുവോ കൊണ്ടുപോകാൻ. ഈ അളിയനെ താത്തു വെക്കത്തില്ല. അപ്പോഴേ ഈ സംഭവം അറിഞ്ഞപ്പം തൊട്ട് ഈ അളിയനെ ഒരു ബൈക്കിനകത്ത് കൊണ്ട് നടക്കുക. ഇന്ന് അപ്പോഴത്തന്നെ ഈ ഒരു ബാഗ് എടുത്ത് അളിയൻ്റെ പുറക്കെ കയറി അങ്ങ് പോവുക, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യെന്നും പറഞ്ഞ്. ഞങ്ങൾ ആരും അടിച്ചിറക്കിയതല്ല. ഈ നിമിഷം വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് അണ്ണ വാണ നമുക്ക് ഒന്നിച്ച് ജീവിക്കാണോ അണ്ണ എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം ഈ ഫോൺ എടുക്കുന്നത് സിന്ധുവാ എടുക്കുമ്പോൾ നീ ഇനി മേലെ എൻ്റെ ഭർത്താവിനെ വിളിക്കരുത് പറഞ്ഞ് എന്നെ അങ്ങ് പുഴുത്ത ചീത്തയും വിളിക്കുമോ മാഡം. അത് കേട്ടപ്പോഴാണ് മാഡം ഞാൻ പോയി സ്റ്റേ ഓർഡർ കോടതി പോയി മേടിച്ചത്. എനിക്കറിയാം എന്നെ ഇറക്കുമെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങിച്ചത്. എനിക്ക് എങ്ങോട്ടും പോകാനില്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. മാഡം ഞാൻ അവരെ ഇതേവരെ ചീത്ത വിളിച്ചിട്ടുണ്ട്. കോടതി പോയിട്ട് എന്ത് സ്റ്റേ വാങ്ങിച്ചു? ഈ വസ്തു വിശ്വമാന്റെ പേർക്കാ. അത് തന്നെ ഏത് കോടതിയില്? കുടുംബ കോടതിയില്. കുടുംബ കോടതിയിൽ നിങ്ങൾ എന്ത് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തു? എന്റെ ഭർത്താവിന്റെ പേർക്കുള്ള ബസ്സുമായി എന്നെ അവിടുന്ന് ഇറക്കരുത്, വീട്ടിലൊട്ടിച്ച് അത് ചെയ്തിട്ടുണ്ട്. അതാ മേഡം എന്നെ ഇറക്കി വിടരുത്, എനിക്ക് എങ്ങോട്ടും പോകാനില്ലെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു വിശ്വമാന്റെ പേർക്കാവേണ്ടി ഏത് നിമിഷം വിശ്വമാർ വരും, അതുകൊണ്ട് ഇത് ചെയ്തിട്ടേക്കാന്നും പറഞ്ഞു അവര്. അതുകൊണ്ട് മേഡം ഞാൻ അവിടെ താമസിക്കുക. എവിടെ ഭാഗത്തുനിന്ന് എന്താ തെറ്റ് വിശ്വകുമാർ കണ്ടെന്ന്? ഇപ്പൊ നിങ്ങളുടെ മോൻ ചെയ്ത പ്രവൃത്തിക്ക് അയാൾ ജയിലിൽ പോകും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവൻ ഒരുത്തരെ മുതൽ കട്ടതുമില്ല, മോട്ടിച്ചതുമില്ല, ആരെ കൊലപാതകം ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ സാറേ അങ്ങനെ? ഈ കൊലപാതകം ചെയ്യുന്നതിന് മുതൽ കെട്ടവർക്ക് മാത്രമായിട്ടാണോ ജയിലുകൾ ഇട്ട് വെച്ചിരിക്കുന്നത്? ദീപക്കല്ല ഇതിന്റെ ആവശ്യങ്ങളൊന്നും. മനസ്സിലായില്ലേ? നിങ്ങളാണ് ഇതിനകത്തുള്ള ഒരു ഏറ്റവും വലിയൊരു കുഴപ്പങ്ങൾ ചെയ്തു ശ്രീ എന്ന് പറഞ്ഞ സ്ത്രീ. അത് നേരായ രീതിയിലേ അല്ല. ഭാര്യയുണ്ട്, കുടുംബമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അയാളെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരമാണ് വിശ്വകുമാർ. അല്ലാതെ നല്ല രീതിയിൽ സ്ത്രീ പറഞ്ഞു നല്ലൊരു പെണ്ണുണ്ട് കേട്ടോ, ഒരിക്കലും താമസിക്കുകയാണ്, ഭർത്താവൊക്കെ വെട്ടി പിരിഞ്ഞ് നിൽക്കുകയാണ്, വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നൊരു ബന്ധുവോ പരിചയക്കാരനോ പറഞ്ഞു. അങ്ങനെ പോയി ആ പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒരു താമസിക്കാൻ ഉള്ളൊരു ഏർപ്പാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഇതൊന്നുമല്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നശിപ്പിച്ചു. മാഡം എന്തുവാ ഇതിൻ്റെ ഒരു പരിഹാരം എന്നുള്ളത്? വിശ്വകുമാറിൻ്റെയും ദീപയുടെയും ബന്ധം വേർപിരിക്കാൻ വിശ്വകുമാറിൻ്റെ അമ്മയുടെ കോൺട്രിബ്യൂഷൻ ധാരാളം ഉണ്ട്. കല്യാണത്തിന് മുമ്പ് മുതലും ഇപ്പോൾ വരെ ധാരാളം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരമ്മയുടെ മാന ഇതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ ദീപയുമായിട്ടുള്ള ബന്ധം വിശ്വകുമാർ ഡൈവോഴ്സ് ബന്ധം തീർക്കാതെ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചെന്നാണ് പറയുന്നത്. അതിന് നിയമസാധുതയില്ല. അവർക്ക് നിയമപരമായ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഒരു നിയമപരമായിട്ട് മറ്റൊരാളുടെ ഭാര്യയാണ്. ഒരു വിവാഹബന്ധം നിലവിലിരിക്കെ മറ്റൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് വോയിഡ് മാര്യേജാണ്. അതിന് നിയമസാധുതയില്ല. ആ ഭർത്താവ് കൊണ്ട് കേസ് കൊടുത്താൽ ഹിന്ദു മാര്യേജ് ആക്ടിന്റെ ഫസ്റ്റ് ക്ലാസ് അതാണ്. അപ്പൊ അയാൾ ഈ സ്ത്രീയുടെ ഭർത്താവ് കൊണ്ടുവന്ന് കേസ് കൊടുത്താൽ ഇയാള് അകലിൽ പോകും. അതല്ലാതെ അവർ കൊടുത്താലും പോകും. ദീപ എന്താ തീരുമാനിക്കുന്നത്? ഇയാളെ ഇനിയും വേണോ? എനിക്ക് വേണം. ശരിക്കുള്ള ആലോചിച്ചുള്ള തീരുമാനമാണോ? ആലോചിച്ചിട്ടുള്ള തീരുമാനം. അവര് പറയുന്നത് ഇയാൾക്ക് അബദ്ധം പറ്റി പോയതാണ്, ഇയാൾക്ക് ഇങ്ങനെയൊക്കെ മണ്ടത്തരത്തിൽ ഇങ്ങനൊരു മനുഷ്യനല്ലായിരുന്നു, നല്ല സ്വഭാവം. ശരിയാണ്. പക്ഷേ ഇത്രയും അബദ്ധം പറ്റി കഴിഞ്ഞാൽ ഈ അബദ്ധത്തിൽ നിന്ന് കരകയറി വരാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ? എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ശ്രമിക്കാം. ശ്രമിക്കാമെന്നുള്ളതല്ല, ഇപ്പോൾ ഒരു അവസരമാണ്. ആ അവസരത്തിനകത്ത് നിങ്ങൾ അത് ഉപയോഗിക്കുന്നത് ശരിയായിട്ടാണോ എന്ന് സംശയം തോന്നുന്നുകൊണ്ട് പറഞ്ഞു. വിശ്വകുമാറിന് ഇനിയും സമയമുണ്ട് ആലോചിക്കാൻ.
സിന്ധുവുമായിട്ടുള്ള ബന്ധം തുടരണോ അതോ ദീപയുമായിട്ടുള്ള ബന്ധം വേണോ? രണ്ട് ബന്ധവും പറ്റുകയില്ല. ഒന്നിച്ച് പോകാൻ പറ്റില്ല, രണ്ട് ബന്ധവും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. സിന്ധുവായിട്ടുള്ള ബന്ധം മതി. ആ? സിന്ധുവായിട്ടുള്ള ബന്ധം മതി. സിന്ധു മറ്റൊരാളുടെ ഭാര്യയാ. ഡൈവേഴ്സ് ചെയ്തിട്ട് ചെയ്യട്ടെ. അപ്പൊ സിന്ധുവിനെ കല്യാണം കഴിക്കണമെങ്കിൽ സിന്ധു ആദ്യം സിന്ധുവിന്റെ ഭർത്താവുമായിട്ടുള്ള വിവാഹ ബന്ധം ഡൈവേഴ്സ് ചെയ്യണം. അതിനുശേഷം വേണമെങ്കിൽ അവരെ കല്യാണം കഴിക്കാം. പക്ഷെ അതിനു മുമ്പ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ദീപയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തണം. എങ്കിലേ നിയമപരമായിട്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും ആകത്തുള്ളൂ. അപ്പൊ അതിന് ദീപ സമ്മതിക്കത്തില്ല, ദീപയ്ക്ക് താല്പര്യമില്ല. ഒരു കാരണവശാലും നിങ്ങൾ നമ്മളുടെ ബന്ധം വേർപെടാൻ പറ്റത്തുമില്ല. പിന്നെ നിങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കാനും പറ്റില്ല. അവരെ കല്യാണം കഴിക്കണമെങ്കിൽ അവരുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധവും വേർപെടുത്തണം. ഇങ്ങനെയുള്ള പലതുണ്ട്. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ശിവകുമാർ പറയുന്നത് ദീപയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ പറയുന്ന കാര്യം ദീപയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. ഈ സിന്ധുവിന് കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിലോ? 2 പ്രാവശ്യം ശ്രമിച്ചിട്ട് കുഞ്ഞിനെ വളർത്തില്ല പറയുന്നത് ഇയാടെ കുഴപ്പമാണെന്ന് ആര് കണ്ടു? അപ്പൊ അവരെ ഉപേക്ഷിക്കുവോ? അവരെ ഉപേക്ഷിക്കത്തില്ല. അപ്പൊ ഇതെന്താ വ്യത്യാസം? ഇത് നിയമപരമായി വിവാഹം കഴിച്ച ഭാര്യ, മറ്റേത് അവിഹിതമായിട്ട് ബന്ധം പുലർത്തുന്ന ഭാര്യ. ഭാര്യ എന്ന് പറയാനൊക്കത്തില്ല, സ്ത്രീ. നല്ലപോലെ ചിന്തിച്ച് നോക്ക്, നിങ്ങൾ ചെയ്യുന്ന തെറ്റോ ശരിയോ? 21 കൊല്ലമായി ഈ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ഒരു കാരണമില്ലാതെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? ഇനിയിപ്പോ ഈ സ്ത്രീ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഗർഭിണിയാക്കിയ ശേഷം ഈ ഉപേക്ഷിക്കാൻ അതിനും പ്രശ്നങ്ങളില്ലേ? പിന്നെ ഇല്ലേ, കുഞ്ഞു അച്ഛൻ വേണ്ടേ? അത് ലീഗലായിട്ട് തന്നെ വേണ്ടേ? ഇത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് വിവാഹം കഴിക്കുന്നത് ഇതൊന്നും കാര്യമല്ല. നമ്മളെ സംരക്ഷിക്കും, എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കും എന്ന് തോന്നുന്ന ഒരാളുടെ കൂടെ ജീവിക്കുന്നേ തെറ്റില്ല. പക്ഷേ ആ റൂട്ട് നിങ്ങൾ വന്ന ആ വഴി ഒന്നും ശരിയല്ല. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ പറയുന്ന കേൾക്കും. അതുകൊണ്ട് ദീപയെ ഡൈവോഴ്സ് ചെയ്യണമെന്ന് ഉപദേശിക്കാൻ നമുക്ക് തോന്നുന്നില്ല. യാതൊരു കാര്യമില്ല. ഭാര്യയെ ഉപേക്ഷിക്കാൻ പറയുന്നത് എങ്ങനെ? ഒന്നും പറയാൻ പറ്റില്ല. അവരുടെ സമ്മതമല്ല മേഡം. ഒരു ഇല്ലീഗൽ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി ലീഗലി വൈഫിനെ ഡൈവോഴ്സ് ചെയ്യണമെന്ന് എങ്ങനെ നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ല. അവർ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. റെസ്റ്റിറ്റ്യൂഷനാണ് അവർ കേസ് കൊടുത്തത്. അതായത് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി അവരൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു ഡിവോഴ്സ് പെറ്റീഷൻ വരുന്നത്. എന്ത് ഗ്രൗണ്ടിലാണ് നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുന്നത്? കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ബന്ധം വേർപെടുത്താൻ കുട്ടികളില്ല എന്നുള്ളത് ഒരു ഗ്രൗണ്ടേ അല്ല. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടത്തില്ല. അവർക്ക് കൊടുത്താൽ അവർക്ക് ഈസി ആയിട്ട് കിട്ടും. മാഡം, പുള്ളിക്ക് ദീപയായിട്ട് പോയി താമസിക്കാൻ താല്പര്യമാണ്. ഞാൻ അതിന് എനിക്കെതിരില്ല. ദീപയായിട്ട് ഒത്തു പോകുന്നുണ്ടെങ്കിൽ എനിക്ക് എതിരില്ല. കാരണം അതാണ് നീതി, അതാണ് ധർമ്മം. നിങ്ങൾ ആ പെണ്ണിനെ ആലോചിക്കുക. ഒരു പാവം പെണ്ണ്, എന്ത് ദ്രോഹം നിങ്ങൾക്ക് ചെയ്തു? നിങ്ങളെ അന്വേഷിച്ച് വരേണ്ട ആവശ്യമുണ്ട്. ഒരു ഭാര്യ 20 വർഷം ജീവിച്ച ആ ഭാര്യയുടെ അടുത്ത് നിങ്ങൾ വേണം ഇയാൾക്ക് വേണ്ടി അന്വേഷിച്ച് പോരാ. ആ സ്ത്രീ നിങ്ങളുടെ വീട് അന്വേഷിച്ച് വന്ന് എൻ്റെ ഭർത്താവിനെ വിട്ടു എന്ന് പറഞ്ഞൊരു ഭാര്യയുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ചിന്തിക്കുക. ചിന്തിച്ചിട്ട് വേണ്ട തീരുമാനം നിങ്ങൾ എടുക്കുക. സിന്ധു, നിങ്ങളുടെ തീരുമാനത്തിന് ഒരുപാട് വാല്യൂ ഉണ്ട് ഈ കാര്യത്തിൽ. മനസ്സിലായില്ലേ? വിശ്വകുമാറിന്റെ നിയമപരമായ ഭാര്യമാണ് ദീപ. ദീപയും വിശ്വകുമാറും ഇന്നും ഭാര്യ ഭർത്താക്കന്മാരാണ്. വിശ്വകുമാറും സിന്ധുവുമായിട്ട് നിയമപരമായ യാതൊരു ബന്ധവും ഇന്ന് നിലവിലില്ല. സിന്ധു മറ്റൊരാളുടെ നിയമാനുസൃത ഭാര്യയാണ് ഇന്നും. ആ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഇന്നും നിലനിൽക്കുന്നു, ഡൈവോഴ്സ് ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഇല്ലീഗലായിട്ടുള്ള ഒരു റിലേഷനാണ് ഇന്ന് തുടർന്നു വരുന്നത്. ഇനിയും നമ്മൾ ആ ഇല്ലീഗൽ റിലേഷൻ തുടരുന്നത് ശരിയാണോ? പ്രത്യേകിച്ചും സിന്ധുവിന് 12 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് കൂടെ താമസിക്കുന്നു എന്നുള്ള സ്ഥിതിക്ക് സിന്ധുവിന് മനസ്സിലാകുന്നുണ്ടോ? പിന്നെ അമ്മ ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ഇടപെടാൻ പോവരുത്. അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ അവരുടെ കല്യാണത്തിന് മുമ്പ് മുതൽ നിങ്ങൾ ഇതിനകത്ത് തുടക്കം വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം വിശ്വകുമാർ എന്ത് തീരുമാനിക്കുന്നു? ഭാര്യയുടെ കൂടെ ജീവിക്കുന്നോ അതോ ജീവിക്കുന്നില്ലെങ്കിൽ അവരുടെ ബന്ധം നിയമാനുസൃതം വേർപെടുത്തി വെച്ച് മറ്റൊരു സ്ത്രീയുമായിട്ട് നിയമപരമായി വിവാഹം കഴിച്ച് ജീവിക്കുക. പക്ഷേ അതിനു മുമ്പേ അവർക്ക് കൊടുക്കാനുള്ള സ്വത്തുക്കളെല്ലാം തിരിച്ചു കൊടുക്കണം. അവരുടെ കയ്യിൽ നിന്ന് എന്തെല്ലാം വാങ്ങിച്ചിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു കൊടുക്കണം. അവർക്ക് ജീവിക്കാനും മന്ത്ലി അലവൻസ്, മെയിൻ്റനൻസ് കൊടുക്കണം. ഇതിനെല്ലാം അവർക്ക് അവകാശമുണ്ട്. ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ കാര്യത്തിലും അവർക്ക് താമസിക്കാൻ വീട് കൊടുക്കണം. ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഉള്ളതെല്ലാം ചെലവ് മന്ത്ലി മെയിൻ്റനൻസ് അലവൻസ് കൊടുക്കണം. എല്ലാം ആയാലും അവര് നിയമപരമായിട്ട് വേർപെടുത്താൻ തയ്യാറല്ല. അഥവാ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് വേണം ആഗ്രഹിക്കാൻ. സിന്ധുവിന് യാതൊരു തരത്തിലും അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല.
നിയമപരമായി ഇല്ല. സിന്ധുവായിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. അല്ല, നമ്മൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ ദോഷങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ദോഷങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കേണ്ട നിങ്ങളാണ്. 20 വർഷം സ്നേഹിച്ച് തന്നെയല്ലേ ആ സ്ത്രീയുടെ കൂടെ നിങ്ങൾ ജീവിച്ചത് അല്ലേ? അത്രയും സ്നേഹിച്ച് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് മാത്രം സ്വന്തമായ ഒരു സ്ത്രീ എന്നും പറഞ്ഞ് സ്നേഹിച്ച് ജീവിച്ച ഒരു സ്ത്രീയാണ് നിങ്ങളുടെ എതിരിലിരിക്കുന്നത്. നിങ്ങൾ ആ സ്ത്രീയെ ഒരു ഒരു അല്പം അനുതാപത്തോടുകൂടി നിങ്ങൾ നോക്കാതെ നിങ്ങൾ ഇങ്ങനെ ഒരു ക്രുദ്ധതയോടുകൂടി ഇങ്ങനെ ഇരിക്കാൻ എങ്ങനെ സാധിക്കുന്നു മിസ്റ്റർ? നിങ്ങൾക്ക് എന്നാലേക്ക് അവരെന്താ തെറ്റ് ചെയ്ത്? അവർ ചെയ്തത് നിങ്ങളെ വേണ്ട കാശുതാന്ന് പറയാനല്ല അവരിവിടെ വന്നത്. അവരിവിടെ വന്നത് എൻ്റെ ഭർത്താവിനെ എനിക്ക് എൻ്റെ കൂടെ താമസിക്കണമെന്ന് പറയാനാണ് വന്നത്. 2 വർഷമല്ല, ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചു. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കടന്നു പോയിരിക്കാം. കടം വാങ്ങിച്ചതും ഒന്നിച്ച് വീട് വെച്ചതും ഒന്നിച്ച് എന്തെല്ലാം പ്രാരബ്ധങ്ങളും പട്ടിണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതിനൊക്കെ കൂടെ നിന്നൊരു സ്ത്രീയാണ്. അവർ ഓപ്പോസിറ്റ് വന്ന് നിന്റെ ഭർത്താവിനെ കിട്ടിയാൽ മതി, എനിക്കത് വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്നൊരു സ്ത്രീയായിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ ഇവനെ അവിടെ കൂടെ പൊക്കോട്ടെ, എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് നിൽക്കുന്ന സ്ത്രീയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹതാപാസനയോട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആലോചിക്കും വിശ്വകുമാർ, നിങ്ങൾ പോയി ആലോചിക്കും. ഒരു മനുഷ്യത്വത്തിന്റെ ഒരു അല്പമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കും. ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ നല്ല തോന്നലുകൾ ഉണ്ടാക്കട്ടെ. അത് മാത്രമേ ഇവിടെ പറയാൻ പറ്റുള്ളൂ. മറ്റൊരു തന്നെ ഭാര്യയുടെ കൂടെ താമസിക്കുന്ന എന്ത് ധർമ്മമാണ്? അതൊന്നും അറിയാമയ്യാ മാഡം. ആ സിന്ധുവിന് വേണ്ടി ബാക്കി നിങ്ങൾ കുടുംബാംഗങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങളും ക്രിമിനൽ കുറ്റമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിയുന്ന നിങ്ങൾ അതിനകത്തുനിന്ന് മാറി നിൽക്കുക. ഈ അമ്മയെന്ന് പറയുന്നവർ ഒരു തെറ്റായ ജീവിതം നയിക്കാൻ ഈ മകനെ പ്രേരിപ്പിക്കുകയാണ്. അത് തന്നെ എനിക്ക് നിങ്ങളുടെ മേലുണ്ട്. മക്കള് തെറ്റായ വഴി പോകുമ്പോ അച്ഛനും അമ്മയാ തിരിച്ചു കൊടുക്കേണ്ടത്. ഇത് തിരിച്ചാ അവര് മറ്റുള്ളവരായിട്ട് ഫോൺ ചെയ്യുന്നു. ഇത് നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടുള്ളോ എന്തെങ്കിലും അത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? തെളിയിക്കാൻ പറ്റുന്നുണ്ടോ? രാത്രി വിളിക്കുന്നില്ലേ പകൽ? അതെ, രാത്രിയിൽ ആരെയാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ കേൾക്കാൻ പറ്റും? ഞാൻ കേൾക്കാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? നിങ്ങൾ ഈ പറയുന്ന എല്ലാം കള്ളമാണ്, പച്ചക്കള്ളമാണ് പറയുന്നത്. എനിക്ക് ഇവിടെ മുമ്പിൽ വന്നിട്ട് വളരെ പറയുന്നത്. അവരുടെ മോള് തെറ്റില്ല. പകലത് ജോലിക്ക് പോകുന്നു, ഇവർ അഡ്യാപീസിൽ ജോലിക്ക് പോകുന്നു, അത് തുണിക്കട ജോലിക്ക് പോകുന്നു. അല്ല, ഇവരുടെ മോളും തുണിക്കടയില് ആ തുണിക്കടയിൽ ജോലിക്ക് പോകുന്നത്. അവരൊന്നും ഫോൺ ചെയ്യത്തില്ല, അത് കാര്യമൊന്നുമില്ല. ഇതിനെ മാത്രം പ്രത്യേകിച്ച് 20 വർഷം നിങ്ങളുടെ മോനുമായിട്ട് ജീവിച്ചപ്പോൾ യാതൊരു കുഴപ്പവും കണ്ടില്ല. ഇവളുമായിട്ട് താമസിക്കാൻ തുടങ്ങി ഈ പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പല കുറ്റങ്ങളും നിങ്ങൾ അവിടെ കണ്ടു. അതാണ് പ്രശ്നം. എന്തെങ്കിലും കേട്ടോ, ഇതൊക്കെ ഒന്നും നേരെ പോകുന്നതല്ല. ഈ കേസ് കൊടുക്കുന്ന കാര്യം എന്തോന്നുള്ളത് മനസ്സിലായല്ലോ, പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. പേഴ്സണലായിട്ട് ജഡ്ജസിനോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കിക്കോണം. ഇതിൻ്റെ ഭാവി ഭവിഷ്യത്തുകളെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സിന്ധു ആലോചിക്കൂ. നിയമം അനുശാസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് അതിൻ്റെ വഴിയേ നീങ്ങുള്ളൂ. എന്തായാലും പറഞ്ഞാലും തീരാത്ത രീതിയിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പോലും എനിക്ക് ദേഷ്യം വരുകയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. തെറ്റോ ശരിയൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ തീരുമാനം എന്തു തന്നെ ആയാലും നമ്മുടെ പ്രാർത്ഥനയുണ്ട്. ആ കുട്ടി ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവളുടെ കൂടെ ദൈവം ഉണ്ടാവും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.